നമുക്ക് ഇംഗ്ലീഷ് സംസാരിക്കുമ്പോൾ വളരെയധികം കോൺഫിഡൻസോടുകൂടി സംസാരിക്കണ്ടേ, വളരെ നാച്ചുറലായിട്ട് സംസാരിക്കണ്ടേ? എങ്കിൽ ഇന്ന് നമ്മൾ പഠിക്കുന്ന 3 ഇമ്പോർട്ടൻറ്റ് ഗ്രാമർ റൂൾസ് മനസ്സിലാക്കുക. ഫസ്റ്റ് റൂൾ, ഇഫ് ഐ വേർ യു. ഇഫ് ഐ വേർ യു എന്ന് തുടങ്ങുന്ന ഒരു ഫ്രേസ്, അത് സാധാരണ മറ്റുള്ളവരെ ഉപദേശിക്കുമ്പോൾ ഉപയോഗിക്കാവുന്നതാണ്. ഫോർ ഗിവിംഗ് അഡ്വൈസ്. ഇഫ് ഐ വേർ യു, ഐ വുഡ് ബൈ ദിസ് കാർ. ഞാൻ നീ ആയിരുന്നെങ്കിൽ ഞാൻ ഈ കാറ് വാങ്ങുമായിരുന്നു എന്നാണ്. ഇവിടെ ഒരു അഡ്വൈസ് കൊടുക്കുകയാണ്. എന്താണ് അഡ്വൈസ്? യു ഷുഡ് ബൈ ദിസ് കാർ. ഐ തിങ്ക് ഇറ്റ്സ് എ ഗുഡ് ഐഡിയ എന്നാണ് ആ പറയുന്നതിനർത്ഥം. ഈ ഫ്രേസിൽ ഇഫ് ഐ വേർ യു എന്നാണ് തുടങ്ങിയിരിക്കുന്നത്. ഇഫ് ഐ എന്ന് കഴിഞ്ഞിട്ട് ഉപയോഗിച്ചിരിക്കുന്നത് വേർ ആണ്. സാധാരണ ഐ കഴിഞ്ഞിട്ട് ഉപയോഗിക്കുന്നത് വാസ് അല്ലേ? പക്ഷേ ഇവിടെ ഈ ഒരു സ്പെസിഫിക് ഫ്രേസിൽ ഉപയോഗിക്കേണ്ടത് വേർ തന്നെയാണ്. ഇഫ് ഐ വേർ യു എന്ന് തന്നെ തുടങ്ങുക. നെക്സ്റ്റ് റൂൾ വിഷസിനെ പറ്റിയുള്ളതാണ്. നമ്മൾ പ്രസൻറ്റിലെ കാര്യങ്ങൾ, നമുക്ക് പ്രസൻറ്റ് ടൈമിൽ നമുക്ക് ഇല്ലാത്ത ഒരു കാര്യം അതേപ്പറ്റി നമ്മൾ ഇങ്ങനെ ആയിരുന്നെങ്കിൽ എന്ന് ആലോചിക്കില്ലേ? അങ്ങനെ നമ്മൾ ആഗ്രഹിക്കില്ലേ? അങ്ങനെ നമ്മൾ ആശിച്ചു പോകില്ലേ? അങ്ങനെയുള്ള സന്ദർഭങ്ങളിൽ ഉപയോഗിക്കാൻ പറ്റിയതാണ് ഐ വിഷ് എന്ന ഒരു പ്രയോഗം. പക്ഷേ ഐ വിഷ് എന്ന് കഴിഞ്ഞിട്ട് ഉപയോഗിക്കേണ്ടത് പാസ്റ്റ് ടെൻസ് ആണ് എന്ന് ശ്രദ്ധിക്കുക. പ്രസൻറ്റ് ടൈമിലെ കാര്യം ആണ്, പ്രസൻറ്റ് ടൈമിലെ ഒരു ഡ്രീം ആണ്. പക്ഷേ എങ്കിലും പാസ്റ്റ് ടെൻസ് ആണ് ഉപയോഗിക്കേണ്ടത്. ഒരു എക്സാമ്പിൾ നോക്കൂ. ഐ വിഷ് ഐ ലീവ്ഡ് ഇൻ ദ കൺട്രി സൈഡ്. ഞാൻ ആശിക്കുകയാണ് ഞാൻ ഒരു കൺട്രി സൈഡിലാണ് താമസിച്ചിരുന്നതെങ്കിൽ എന്ന്. അപ്പോൾ ഇപ്പോൾ ഞാൻ അങ്ങനെയാണോ താമസിക്കുന്നത്? അല്ല, ഞാൻ കൺട്രിയിലല്ല താമസിക്കുന്നത്. പക്ഷെ ഞാൻ ആഗ്രഹിക്കുകയാണ് അങ്ങനെ ആയിരുന്നെങ്കിൽ എന്ന്. പ്രസൻറ്റ് ടൈമിലെ ഒരു ഡ്രീം, പ്രസൻറ്റ് ടൈമിലെ ഒരു ഇമാജിനേഷൻ. അപ്പോൾ ഇവിടെ ഉപയോഗിക്കേണ്ടത് പാസ്റ്റ് ടെൻസ് ആണ്. ഐ വിഷ് ഐ ലിവ്ഡ് ഇൻ ദ കൺട്രി സൈഡ്. നോക്കൂ, ലിവ്ഡ് എന്നത് പാസ്റ്റ് ടെൻസ് ആണ്. പാസ്റ്റ് സിമ്പിൾ ടെൻസ് ആണ് ഉപയോഗിക്കേണ്ടത്. ഐ വിഷ് ഐ ലിവ്ഡ് ഇൻ ദ കൺട്രി സൈഡ്. ഇനി നെക്സ്റ്റ് റൂൾ നമുക്ക് പഠിക്കാനുള്ളത് കമ്പയറിങ് ടു തിങ്സ് ആണ്. പല കാര്യങ്ങളെയും പറ്റിയും നമ്മൾ കമ്പയർ ചെയ്യില്ലേ, താരതമ്യപ്പെടുത്തില്ലേ? അവിടെ എന്താണ് റൂൾ? When we compare different things, we use ER at the end of short adjectives. ഷോർട്ട് അജക്റ്റീവ്സ് ആണെങ്കിൽ ആ അജക്റ്റീവ്സിൻ്റെ എൻഡിൽ ER എന്ന് ആഡ് ചെയ്യുക. ഒരു എക്സാമ്പിൾ നോക്കൂ. മൈ സ്റ്റുഡൻറ് ഈസ് സ്മാർട്ടർ ദാൻ മീ. സ്മാർട്ടർ, എൻ്റെ സ്റ്റുഡൻറ് എന്നെക്കാളും സ്മാർട്ട് ആണ് എന്നാണ്. അപ്പോൾ സ്മാർട്ട് എന്ന അജക്റ്റീവ് ഒരു ഷോർട്ട് അജക്റ്റീവാണ്. അതിൻ്റെ കൂടെ ER ചേർത്ത് ഷോർട്ടർ എന്ന് ഉപയോഗിച്ചു. ഇനി ലോങ്ങർ അജക്റ്റീവ്സിൻ്റെ കാര്യം ആണെങ്കിൽ ER അല്ല ഉപയോഗിക്കേണ്ടത്. അജക്റ്റീവിൻ്റെ മുൻപിൽ മോർ എന്ന് ഉപയോഗിക്കുക. വി യൂസ് മോർ പ്ലസ് അജക്റ്റീവ് ഫോർ ലോങ്ങർ അജക്റ്റീവ്സ്. മൈ സ്റ്റുഡൻറ് ഈസ് മോർ ഇൻ്റലിജൻറ്റ് ദാൻ മീ. നോക്കൂ, ഇൻ്റലിജൻറ്റ് എന്ന ആ ഒരു അജക്റ്റീവിന് മുന്നിൽ മോർ എന്നുപയോഗിച്ചു. എൻ്റെ സ്റ്റുഡൻറ് എന്നെക്കാളും ഇൻ്റലിജൻറ്റ് ആണ്. അവിടെയും കമ്പാരിസൺ തന്നെയാണ്, പക്ഷേ ലോങ് അജക്റ്റീവ് ആയതുകൊണ്ട് മോർ എന്നുപയോഗിച്ചു.